ഇതിനായി നമ്മളിവിടെ ഒരു കൂട്ട് പച്ചമരുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്തതാണ്. ഇത് അങ്ങാടി കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിൽ ചേർക്കുന്നതിനായി നമ്മൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കരിപ്പെട്ടിയാണ്. ഇത് 2 കിലോ കരിപ്പെട്ടി ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൽ ചേർക്കുന്നതിനായിട്ട്. ഇനി നമ്മൾ ഈ കൂട്ടിലേക്ക് 2-ാം പാലൊഴിച്ച് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1-ാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് പാകം ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇതൊഴിച്ച് കൊടുത്തിട്ട് ബാക്കി തേങ്ങാപ്പാലും ചേർത്ത് കലക്കി യോജിപ്പിക്കാം. ഇനി ഇതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ ചേർക്കുന്നത് തുമ്പച്ചാറിൻ്റെയും മുരിങ്ങപ്പട്ടയുടെയും പനിക്കുറുക്കയുടെയും ചാറാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലോട്ട് വെക്കാം ഇത്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ 5 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. വലിയ തേങ്ങയാണെങ്കിൽ 4, ചെറിയ തേങ്ങയാണെങ്കിൽ 5 എടുക്കേണ്ടുള്ളത്. ഇനി നമുക്കിതിനകത്തോട്ട് ഉരിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി 250 ഗ്രാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ദേഹത്തേക്ക് തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. നോക്കി വേണം ചെയ്യാനുള്ളത്. നീളമുള്ള ഒരു തവി വെച്ചിട്ട് വേണം ഇനി ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് പാൽക്കായാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മളിവിടെ 1/2 കിലോ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളിവിടെ ഒരുമിച്ചല്ല ഒഴിക്കുന്നത്, ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് ഒഴിച്ചെടുക്കുന്നത്. നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നെയ്യ് ചേർക്കുന്നവരുമുണ്ട്. ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഉണക്കമുന്തിരി ആഡായി കൊടുക്കാം. ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊന്നും ചേർക്കണമെന്നില്ല. ബദാം പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ആഡാക്കാം ടേസ്റ്റിന് വേണ്ടി. ഇനി നമുക്കിത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും പോരാക്കുറവുകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ മരുന്ന് ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മരുന്ന് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ.